So hello everyone. So ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പേയേഴ്സ് ഓഫ് ഇക്വേഷൻ എന്ന ചാപ്റ്ററിലെ ടെക്സ്റ്റ് ബുക്ക് കൊടുത്തിരിക്കുന്ന ഗ്രീൻ ബോക്സ് കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്നത്തെ ഷോർട്ട് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. So question: Priya bought a bag and a pair of slippers for 1100 rupees. The bag cost 300 rupees more than the slippers. What is the price of the slippers and the price of the bag? അതായത് പറഞ്ഞിരിക്കുന്നത് എന്താണ്, പ്രിയ ഒരു ബാഗും ഒരു പെയർ ഓഫ് സ്ലിപ്പറും വാങ്ങി. ആകെ കൂടി പ്രിയക്ക് ചിലവായ പൈസ എന്ന് പറയുന്നത് 1100 rupees. ഓക്കെ, ഇനി ബാഗിൻ്റെ പൈസ എന്ന് പറഞ്ഞാൽ സ്ലിപ്പേഴ്സിനെക്കാട്ടിൽ 300 രൂപ അധികമാണ്. ഓക്കെ, ഇത്രയാണ് നമുക്ക് തന്നിട്ടുള്ള ഡാറ്റ. നമുക്കിനി അതിൻ്റെ ആൻസർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാം. സോ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഡാറ്റ ഞാനിപ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. സോ നമുക്ക് എങ്ങനെ എഴുതാം? ലെറ്റ് പ്രൈസ് ഓഫ് സ്ലിപ്പേഴ്സ്, അതായത് സ്ലിപ്പേഴ്സിൻ്റെ പൈസ നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം. സ്ലിപ്പേഴ്സിൻ്റെ പൈസ എക്സ് ആയിട്ട് എടുക്കുമ്പം പ്രൈസ് ഓഫ് ബാഗ് എന്ന് പറയുന്നത് എന്തായി മാറും? എക്സ് പ്ലസ് 300 ആണ്, അല്ലെങ്കിൽ 300 പ്ലസ് എക്സ് ഇങ്ങനെ എഴുതാം. കാരണം സ്ലിപ്പേഴ്സിൻ്റെയും കാട്ടിൽ 300 രൂപ അധികമാണ് ബാഗിനെന്ന് എടുത്ത് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം തന്ന ഡീറ്റെയിൽസ് നോക്കാം. ദാറ്റ് ഇസ് പ്രൈസ് ഓഫ് സ്ലിപ്പേഴ്സ് ആൻഡ് ദ പ്രൈസ് ഓഫ് ബാഗ് എന്ന് പറയുന്നത് ടോട്ടൽ എത്രയാണ്? 1100 ആണ്. Therefore എന്താണ്? പ്രൈസ് ഓഫ് സ്ലിപ്പർ ദാറ്റ് ഈസ് എക്സ് പ്ലസ് 300 ഈക്വൽ ടു 1100. എന്താണ്? എക്സ് പ്ലസ് എക്സ് 2x plus 300 equal to 1100. Then 2x equal to 1100 minus 300, which is equal to 800. Then 2x equal to 800. Therefore x equal to 800 divided by 2, that is equal to 400. Therefore നമുക്ക് എന്താ കിട്ടി? ആൻസർ ആയി കിട്ടിയിട്ടുണ്ട്. പ്രൈസ് ഓഫ് പെയർ ഓഫ് സ്ലിപ്പേഴ്സ് എന്ന് പറയുന്നത് ഈക്വൽ ടു 400 rupees ആൻഡ് പ്രൈസ് ഓഫ് ബാഗ് എന്ന് പറയുന്നത് ഈക്വൽ ടു എക്സ് പ്ലസ് 300 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 400 പ്ലസ് 300 വിച്ച് ഈസ് ഈക്വൽ ടു 700 rupees. താങ്ക് യു.